എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. മുകുന്ന, ജോ അപ്പുറത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വാ, നമുക്ക് അങ്ങോട്ട് പോവാം. വന്നാട്ടെ. നല്ല അധ്വാനിയാ. നീ ഒന്നിങ്ങ ഇറങ്ങി വന്നേ. നിന്നെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട്. മൂന്നാ, ഇവനാണ് ജോ. നമസ്കാരം. ജോ, ഞങ്ങളൊരു പുതിയ കാര്യവുമായിട്ടാണ് വന്നത്. ഞങ്ങൾ നിന്നെ കോളേജിൽ അയച്ച് പഠിപ്പിക്കാൻ തീരുമാനിച്ചു. പണം മുടക്കി തന്നെ. ഞങ്ങളെന്ന് പറഞ്ഞാ ഞാനല്ല, ഇവൻ മുകുന്ദൻ. ഞാനും ഇതുവഴിയേ വന്നവനാണ് ജോ. പണ്ട് സ്കൂളില് ഓട്ടത്തിനും ചാട്ടത്തിനും കമ്മം കയറി നടന്ന കാലത്ത് വീട്ടിൽ പട്ടിണിയാവുന്നത് കണ്ട് വയറ്റിപ്പഴപ്പിന് വണ്ടി കയറിയവനാ ഞാൻ. കാശില്ലാത്തതുകൊണ്ട് ദൈവനും ആ വഴി വരണ്ട. എനിക്കാവുന്ന പോലെ നിന്നെ എനിക്ക് സഹായിക്കാൻ പറ്റിയ അത് ഞാൻ എൻ്റെ ഈ ഗോഡ് ഫാദറിന് കൊടുക്കുന്ന ഏറ്റവും വലിയ ദക്ഷിണയാ. എൻ്റെ പുണ്യവാ. നമുക്ക് ചെയ്യാം ജോ. വേണ്ട ജോ, ഇതൊക്കെ കാശ് ചെലവുള്ള കാര്യങ്ങളാ. ഞങ്ങൾക്കിതൊന്നും തിരിച്ചു വീട്ടാനുള്ള കഴിവില്ല. അതിനിപ്പോൾ ഉടനെ തിരിച്ചു വരണം എന്നാരാ പറഞ്ഞേ? ഇവൻ പഠിച്ച് വലിയ നാഷണൽ ചാമ്പ്യനൊക്കെ ആവുമ്പോൾ ഒരുപാട് കാശ് വരുമ്പോൾ അന്ന് മനസ്സുണ്ടേല് ഓർമ്മയുണ്ടേല് എന്നാ മതി. അതെ, ഇത് ഞാൻ നിങ്ങൾക്ക് ചെയ്യുന്നൊരു ഉപകാരമായിട്ട് കാണണ്ട. എനിക്ക് നല്ല ചെയ്യാനുള്ള ഒരു അവസരം നിങ്ങൾ തരുന്നു, അത്രേ ഉള്ളൂ. അങ്ങനെ കണ്ടാ മതി. അതാ. നല്ല ക്യാമ്പസ് ആണല്ലോ. എന്തുകൊണ്ടുകൊണ്ട് നിൽക്കുക? വാ, വന്നേ വന്നേ. ആ ബ്ലോക്കിലാണെന്നാ തോന്നുന്നത്. ഈ സ്റ്റൈലൊന്നും ഇവിടെ ചിലവാവില്ല മോനെ. കൊള്ളാലോ അളിയാ. ഇതേതാടാ ഈ പുതിയ അവതാരം? എന്നതാടാ രാവിലെ കാച്ചിലും പുഴുക്കുവാന്നോ കഴിച്ചേ? കൂവിൽ നിന്നൊരു ആയം പോരാ അല്ലയോടാ? വേണ്ട സാർ. ചോദിക്കട്ടെ, കൂവിക്കേ. നേരത്തെ കൂവി ആരാന്ന് വെച്ചാൽ ഒന്നുകൂടെ കൂവണം. അല്ലെങ്കിൽ ആദ്യത്തെ കൂവലിനെ ഒരു അഹങ്കാരം വരും. വേണ്ട ബാബി, ഒരുപാട് ഇത്തരം വരാന്തേ കൂടെ നടന്നാ ഇതുവരെ എത്തിയേ. എന്റെ റോഡിലൂടെ മങ്ങണി വണ്ടി ഓടിച്ച് പഠിക്കല്ലേ? എന്താ പ്രശ്നം? വെറുതെ സാർ, ഒന്നുമില്ല. ഓ, ഒന്നുമില്ല സാറേ. പിള്ളേര് വരാന്തയിൽ കുറുക്കന് പഠിക്കുക. സോറി, ഞാൻ ഇവിടുത്തെ പ്രിൻസിപ്പളാ. നമസ്കാരം. ഇവരുടെ കാര്യം ഞാൻ പിന്നീട് ഡീൽ ചെയ്തോളാം. നിങ്ങൾ വന്നത്? ഞാനിവന്റെ അഡ്മിഷൻ കാര്യത്തിന് ഫാദർ ഇടമണ്ണയിൽ വിളിച്ചില്ലായിരുന്നു. ആ, ഓക്കെ ഓക്കെ ഓക്കെ. ജോ എന്നല്ലേ പേര്? അതെ സാർ. സ്പോർട്സ് കോട്ട അഡ്മിഷൻ അല്ലേ? എല്ലാരും ക്ലാസ് വെക്കോ. നമുക്ക് ഓഫീസിലേക്ക് പോവാം. വാ വാ. ഇതാണ് നമ്മുടെ ഹോസ്റ്റൽ. ബോർഡ് കണ്ടില്ലേ? കമാൺ. പിന്നെ ഞാൻ ഇവിടെ എങ്ങും വരേണ്ട ആളല്ല. അത് മനസ്സിലായി. By the way, what is your name? ജോ. Oh, Joe. Come on. From സ്ഥലം? ഹൈ റേഞ്ചിലാ. സ്പോർട്സ് ആണെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി. ഇവിടെ സ്പോർട്സ് കോട്ടയിൽ അഡ്മിഷൻ കിട്ടിയവരൊക്കെ പഠിക്കാൻ കുറച്ച് ലോ ആണെങ്കിൽ സ്പോർട്സിൽ ഹൈ റേഞ്ചാ. ചേട്ടന്റെ പേര്? ചേട്ടാന്നൊന്നും വിളിക്കണ്ട. വിശാൽ. Come on. അതെ, വിശാൽ വിശ്വനാഥ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പേരിന്റെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ ഇവിടെ നിൽക്കേണ്ട ആളല്ല. പിന്നെ വീട്ടിലെ പട്ടിണി മാറ്റാൻ വേണ്ടി ഇത് ജസ്റ്റ് ഒരു ടൈം പാസ്. ഓ, അപ്പൊ സ്ഥിരമല്ല അല്ലേ? അല്ല, യൂണിഫോം ഇല്ലാത്തോണ്ട് ചോദിച്ചാ. എഴുന്നേറ്റ് പോടെ. താൻ എന്ത് വിട്ടിത്തരോടെ പറഞ്ഞത്? ഇവിടെ എന്താ സ്ഥിരമായിട്ടുള്ളത്? എല്ലാം മിഥ്യല്ലേ. ഇപ്പൊ തന്നെ താൻ ഇന്നലെ വരെ എവിടെയായിരുന്നു? അത് വീട്ടില്. അപ്പൊ ഇന്നോ? ഇവിടെ. അപ്പൊ തന്നെ മനസ്സിലായില്ലേ, ഒന്നിനും ഒരു സ്ഥിരതയില്ല.
ഇന്നലെ ഒന്ന് സംഭവിക്കുന്നു, ഇന്നൊന്ന് സംഭവിക്കുന്നു. ഇതിനെയാണ് പ്രപഞ്ചത്തിന്റെ പ്രകേളിയ എന്ന് പറയുന്നത്. Come on. അത് ശരി. എന്താണൊന്നും പഠിക്കാനല്ലേ? ഉണ്ട്, ചീട്ടുകളി പഠിച്ചോണ്ടിരിക്കുക. ഇങ്ങോട്ട് വാ. ഇതാണ് ഈ കോളേജിലെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരു മിനിറ്റ് പോലും നമ്മളെ പിള്ളേര് വെറുതെ ഇരിക്കില്ല, എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ടിരിക്കും. ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ മറ്റൊരു സബ്ജക്റ്റ്. ഇത് ബെസ്റ്റ് സബ്ജക്റ്റാ. അപ്പൊ ഇതാണ് മുറി. ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും നല്ല പണിയിലാണല്ലോ. ഇതാണ് പുതിയ ഫ്രണ്ട്സ് ജോ. നിങ്ങളുടെ ടീം സ്പോർട്സാ. ഹലോ ജോ. ഹലോ, ഞാൻ ഹരി. ഇത് ദീപു. ഹലോ, ഇത് അനൂപ്. നല്ല പഠിത്തോ. എല്ലാരും അത്ലറ്റ്സ് അല്ലേ? അല്ല, ഞാൻ വോളിയാ. ഞാൻ അത്ലറ്റാ. പാലായിലാ വീട്. ഞാൻ ഇടുക്കിയ. എന്താ ജോയിൻ ചെയ്യാൻ എത്ര വൈകിയത്? അത്രക്ക് കുറച്ച് പഠിച്ചാ മതിയല്ലോ. പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ താഴെ ഉണ്ടാവും. ഓക്കെ. ഗൗതം, ഇന്നു മുതൽ നിങ്ങളുടെ മുറിയിൽ ഒരു പുതിയ ആൾ കൂടി ഉണ്ട്, ജോ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയണം. ഓക്കെ. ഇപ്പൊ വന്നേ ഉള്ളൂ. ഞങ്ങൾ 4 പേര് മാത്രമേ റൂമിലുണ്ടായിരുന്നുള്ളൂ. ഒരാൾ കൂടി വരുമ്പോ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. പ്രശ്നമൊന്നുമില്ലല്ലോ? അയ്യോ, അതിനെന്താ, കുഴപ്പമൊന്നുമില്ല. എ ബ്ലോക്കിൽ റൂം ഒഴിവ് വരുമ്പോ അങ്ങോട്ട് മാറാം. വേണമെന്നില്ലെന്നേ. എന്ന സാധനങ്ങളൊക്കെ എടുത്തു വെച്ച് ഡ്രസ് ചേഞ്ച് ചെയ്യും. ഓക്കെ. റൂമൊക്കെ ആകെ അലങ്കോലായിരിക്കുക. ആ കട്ടിലാകെ പൊടി പിടിച്ച് കിടക്കുക. ജോയുടെ ബുക്കൊക്കെ ഈ മേശയിൽ വെക്കാം. പിന്നെ ടേബിൾ ലാമ്പും മറ്റുമെല്ലാം വേറെ വാങ്ങണം. ശരി. ഇവിടെ ജംഗ്ഷനിലുള്ള ഷോപ്പുണ്ട്. ലാമ്പും സാധനങ്ങളൊക്കെ അവിടുന്ന് വാങ്ങാം. വേണമെങ്കിൽ ഞാൻ വരാം. അല്ലെങ്കിൽ വൈകുന്നേരം നമുക്ക് ഒരുമിച്ച് ഇറങ്ങാം. എനിക്ക് കുറച്ച് സാധനം വാങ്ങണ്ട്. ജോ, ഏത് ഐറ്റം? ഞാൻ 200, 400, 800 പിന്നെ ലോങ്ങും ഉണ്ട്. ഏതായാലും ജോ നമ്മുടെ റൂമിൽ തന്നെ വന്നത് നന്നായി. അത് ശരിയാ. ഇതൊക്കെ പിന്നെയോ. നമുക്ക് താഴെ ക്യാൻറ്റീനിൽ പോയി ഒരു ചായ കുടിച്ചിട്ട് വരാം. അയ്യോ, ഞാനിപ്പോൾ കുടിച്ചതേ ഉള്ളൂ. താങ്ക്സ്. എന്നാലും ഒരു ടീ. എന്നാ ശരി, വാ പോടോ. എന്നാ നമുക്ക് പോവാം. എപ്പോഴും ഉണ്ടായി ചായ കുടി. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ചായ കുടിക്കണം. രാവിലെ പ്രാക്ടീസ് തുടങ്ങിയപ്പോൾ തുടങ്ങിയതായി ചായ കുടി ശീലം. ഇവൻ ഉറക്കൊന്നുമില്ല, ഇവൻ രാവിലെ പ്രാക്ടീസ് തുടങ്ങും. ആഹാ, എല്ലാരും ഉണ്ടല്ലോ. നിന്റെ ആ സ്പോൺസർ സർ പോയായിരുന്നോ? അതവള് മുകളിലുണ്ടോ? മനസ്സിലായില്ല. നിന്നോടല്ലടാ ചോദിച്ചു, അവനോടാ. സാറ് പോയി. ശരി ശരി, വാ പോവാം. വാടാ പോവാം. എന്താണത്? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. പിള്ളേർക്കൊക്കെ എന്തൊരു മൈൻഡ് ഇല്ലാത്തത്. ബഹുമാനം കൊണ്ടായിരിക്കും. ഗുഡ് മോർണിംഗ്.